ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ച ഒരു ഹെയർ പാക്കും ഒരു ഫേസ് പാക്കുമായിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്യാം, ഒരു സെൽഫ് കെയർ വീഡിയോ ചെയ്യാമെന്ന്. അപ്പം എനിക്കൊരു കാര്യം കിട്ടിയിട്ടുണ്ട്, ഫ്രഷ് ആയിട്ടൊരു കാര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം ആ ഒരു എന്താ പറയുന്നത് കാര്യം വെച്ച് ഞാൻ വിചാരിച്ചു ഒരു ഹെയർ പാക്കും ഒരു ഫേസ് പാക്കും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു കാര്യം ചെയ്താൽ മതി, മീൻസ് ഒരു പാക്ക് ഉണ്ടാക്കിയാൽ മതി. അത് നമുക്ക് ഹെയർ പാക്കായിട്ടും ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എന്താ പറയുന്നത്, ഞാൻ ആ കാര്യം എടുത്തോട്ടെ. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സംഭവം. ഇതെന്താണെന്ന് മനസ്സിലായി. ഇതാണ് നീം ലീവ്സ്, നമ്മുടെ ആര്യവേപ്പില. എൻ്റെ വീട്ടിലൊക്കെ പണ്ട് മരം ഉണ്ടായിരുന്നു. അപ്പം ഈ ആര്യവേപ്പില ഭയങ്കര നല്ലതാണ്, ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ള സാധനമാണ് ഈ ആര്യവേപ്പില എന്ന് പറയുന്നത്. ഇതെന്താ പറയുന്നത്, സ്കാൽപ്പ് ഹെൽത്തിനും ഡാൻഡ്രഫ് ഈ സംഭവത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. നമ്മുടെ തലയിലുള്ള ചൊറിച്ചിൽ, താരൻ മാറാൻ ഭയങ്കര നല്ലതാണെന്നാണ് പറയുന്നത് ഈ ആര്യവേപ്പില എന്ന് പറയുന്ന സാധനം. താരൻ മാറാൻ, പിന്നെ മുഖക്കുരു താരനുമാണ് ഇതിൻ്റെ മെയിൻ ഈ പറഞ്ഞ പോലുള്ള കാര്യം. മുഖക്കുരു ഉള്ളവരൊക്കെ തേച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, പിടിക്കുന്നവർക്ക്, അത് മുഖക്കുരുവിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക്, പിന്നെ ഭയങ്കര സെൻസിറ്റീവായിട്ട് സ്കിൻ ഉള്ളവർക്ക് എനിക്കറിയത്തില്ല അത് എങ്ങനെയാണ്. അത് നിങ്ങൾ എന്തായാലും ചെയ്യുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. എനിക്ക് മുഖക്കുരുവിനൊക്കെ പിടിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഞാൻ നേരത്തെയും പണ്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ ഫേസ് വാഷ് എടുക്കുമ്പോഴും ഒക്കെ ഞാൻ നീം അല്ലെങ്കിൽ ഓറഞ്ച് ഈ രണ്ട് സംഭവമുള്ള ഫേസ് വാഷുകളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം നീം എനിക്ക് ഫേസ് വാഷിലൊക്കെ പിടിക്കും, പക്ഷേ ഈ ടർമറിക് എന്ന് പറഞ്ഞ സംഭവം, നമ്മുടെ മഞ്ഞൾ എനിക്ക് പിടിക്കത്തില്ല. അപ്പം ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ളതും കൂടെ കൊണ്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അപ്പം ആദ്യം ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുന്നവരും ഹെയറിൽ അപ്ലൈ ചെയ്യുന്നവരും ഒക്കെ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ആര്യവേപ്പില എന്ന് പറയുന്നത് കുറച്ച് എന്താ പറയുന്നത്, സ്ട്രോങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ യൂസ് ചെയ്യുമ്പം ഒത്തിരി എടുത്തിട്ട് അങ്ങ് വാരി പൊത്തല്ല, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലൊക്കെ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര നല്ലതാണ് മുടി വളർച്ചയ്ക്കും. നമ്മുടെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആണ്. തലയെ സംബന്ധിച്ചാണെങ്കിൽ സ്കാൽപ്പ് നല്ല ക്ലീൻ ആകും. ഇനി ഈ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ താരൻ കളയാൻ ഇത് ഭയങ്കര നല്ലതാണ്. ഒരു വൺസ് ഇൻ എ വീക്കോ ട്വൈസ് ഇൻ എ വീക്കോ ഇത് പിടിക്കുന്നവർക്ക് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാണ്. അപ്പം ആദ്യം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഫ്രഷായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിപ്പം ഇങ്ങനെ ആര്യവേപ്പിലയല്ലേ കിട്ടുന്നത്, ഈ ആര്യവേപ്പിലയുടെ പൊടി കിട്ടും. അതുകൊണ്ടുള്ള ഹെയർ പാക്ക് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നീം പൗഡറായിട്ട് കിട്ടും. അപ്പം അത് കുറച്ച് യൂസ് ചെയ്ത് നമ്മുടെ എന്താ പറയുന്നത്, ഇങ്ങനെ തൈരുമായിട്ട് മിക്സ് ചെയ്ത് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് മുടിക്ക്. അതല്ലാതെ ഇങ്ങനെ ഫ്രഷ് ആര്യവേപ്പില ഉള്ളവർ, ഇപ്പം ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള സ്കാൽപ്പും സ്കിന്നും ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് ഒന്ന് ബോയിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ചെയ്യണമെന്നുള്ളത്. ഒന്ന് ബോയിൽ ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്ട്രോങ് ഫീലിംഗ്, ഇച്ചിരി വീര്യം കൂടി എന്നൊക്കെ പറയും. വീര്യം കൂടുതലുള്ള കാര്യമാണ് ഈ ആര്യവേപ്പിലയും കരിഞ്ജീരകവും ഒക്കെ. അപ്പം ഉപയോഗിക്കുമ്പം കുറച്ചൊന്ന് മൈൽഡായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. സ്കിന്നിനും അതെ ഹെയറിനും ഒക്കെ അതായിരിക്കും നല്ലത്. നമ്മൾ കൂടുതൽ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്. അപ്പം പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര നല്ലതുമാണ്. അതാണ് ഈ കരിഞ്ജീരകം, ആര്യവേപ്പില, അതിൻ്റെയൊക്കെ ഒരു ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് ഫ്രഷായിട്ട് കുറച്ച് ആര്യവേപ്പില കിട്ടിയപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി ഒന്ന് ഡ്രൈ ആക്കി, ഫാനിൻ്റെ കീഴിൽ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് ഇങ്ങനെ ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വിചാരിച്ച് കുറച്ചെടുത്ത് നമുക്ക് സ്കിന്നിലും ഹെയറിലും ഒക്കെ ഒന്ന് തേക്കാവുന്നു. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, നല്ല ഡാൻഡ്രഫ് പോയാൽ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകും. എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമായിരിക്കും ഈ ഡാൻഡ്രഫിന് കുറേയധികം ഹെയർ പാക്കുകളുണ്ട്. ഈ തൈരും ഞാൻ പറഞ്ഞില്ലേ, തൈരും നാരങ്ങ നീരും ഡാൻഡ്രഫിന് ഭയങ്കര നല്ലതാണ്. അതൊക്കെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു നമുക്കൊരു എന്താ പറയുന്നത്, ഒരു റിസൾട്ട് കാണിക്കുന്നതാണ്. ഇത് ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞ ഡാൻഡ്രഫ് രണ്ട് മീൻസ് ചിലർക്ക് അത് ഉള്ളിൽ നിന്നുള്ള ഒരു പ്രശ്നമായിരിക്കും. അതായത് ചിലപ്പം ഗട്ട് ഹെൽത്തിൻ്റെ ഇഷ്യൂസൊക്കെ കൊണ്ട് ഉള്ളിലെ പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന തരം ഡാൻഡ്രഫുകളുണ്ട്. അത് നമുക്ക് ഉള്ളിലോട്ട് മരുന്ന് കഴിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. അതല്ലാത്ത ഡാൻഡ്രഫുകൾ, ഈ പൊടിയായിട്ടുള്ള ഡാൻഡ്രഫുകൾ,
ഇപ്പം എൻ്റെ തലയിൽ അതുണ്ട്. കാരണം ഞാൻ കുളിച്ചതെന്നാ, ഇതിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഞാൻ ചൊവ്വയും വെള്ളിയാണ് കുളിക്കുന്ന ദിവസം, കുളിക്കുന്ന മീൻസ് തല കഴുകുന്ന ദിവസങ്ങൾ ചൊവ്വയും വെള്ളിയാണ്. അപ്പം ഞാൻ ചൊവ്വാഴ്ചയാണ് എണ്ണയൊക്കെ തേച്ച്, അന്ന് ഞാൻ ഹെയർ പാക്കുകളൊന്നും ഇട്ടിട്ടില്ല. കാരണം ഞാൻ ഏതെങ്കിലും ആഴ്ചയിൽ ഒരിക്കലേ ഞാൻ ഹെയർ പാക്കുകൾ യൂസ് ചെയ്യാറുള്ളൂ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നി. ഹെയർ പാക്കുകൾ യൂസ് ചെയ്യുന്ന എപ്പോഴും ഒരു ദിവസം, അല്ലാത്ത ദിവസം തല നിറച്ച എണ്ണ തേച്ച് ഷാമ്പു ചെയ്ത് കളയും. അപ്പം അങ്ങനെ ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ തല നിറച്ച എണ്ണ തേച്ച് ഷാമ്പു ചെയ്ത് കളഞ്ഞു. ഇത് കണ്ടു, ഇതാണ്, കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതാണ് എൻ്റെ തലയിൽ വരുന്ന താരൻ എന്ന് പറയുന്നത്. ഇതാണ് കണ്ടു, ഇങ്ങനെയുള്ള പൊടി 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 പൊടി, ഇതാണ് സ്ഥിരം എൻ്റെ തല വരുന്നത്. ഇത് പക്ഷേ ആക്ച്വലി ഞാനിപ്പം ഇങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ കെയർ ചെയ്ത് കുറേ കുറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ഹെയർ പാക്കും ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊട്ടും കെയർ ചെയ്തില്ലെങ്കിൽ ഈ സംഭവം ഈ പൊടി 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 പോലുള്ളത് അങ്ങ് കൂടും. ഇത് കൂടുതലും എൻ്റെ ഒരു അറിവ് വെച്ച്, എനിക്ക് വേറെ അറിയത്തില്ല, അറിയാവുന്നവർ കാണുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ അറിവ് വെച്ച് ഇത് ഈ വെള്ളത്തിൻ്റെ, ഇവിടെ ഹാർഡ് വാട്ടർ അല്ലേ യൂസ് ചെയ്യുന്നത്, അപ്പം വെള്ളത്തിൻ്റെ കൊണ്ടാണ് ഇങ്ങനെ ഈ പൊടി 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 പോലെ വരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. കാരണം ഞാൻ നാട്ടിൽ ചെന്ന് കുളിച്ച് കഴിഞ്ഞ് 2 ദിവസം കുളിച്ച് കഴിയുമ്പോഴത്തേന് ഈ സാധനം കാണാറില്ല. ഞാൻ നോക്കാറുണ്ട്, ഈ സാധനം അങ്ങ് പോകും. ചുമ്മാ ഹെയർ പാക്ക് ഒന്നും യൂസ് ചെയ്യണ്ട, ചുമ്മാ തലയിൽ എണ്ണ വെച്ച് ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം അങ്ങ് പോകും. അപ്പോൾ അത് കിണറ്റിലെ വെള്ളമാണ്. അപ്പം ഇവിടെ വരുമ്പോഴത്തേക്കിനും ഈ ക്ലോറിനൊക്കെ കടങ്ങിയ ഒരു ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് ആണ് ഈ വരുന്നതെന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു അങ്ങനെയാണ്. ഇവിടൊക്കെ ഉണ്ട് ചെറുതായിട്ട് ഇങ്ങനെ പൊടി വലിയ കട. എല്ലായിടത്തും ഒന്നുമില്ല. എനിക്ക് കൂടുതലും ഈ ഭാഗത്തൊന്നും ഞാനിപ്പോൾ ഇത്രയും ദിവസം എന്താ പറയുന്നത്, ഞാൻ ഇത്രയും തലയിൽ ഒന്നും ചെയ്തിട്ടില്ല, തലയിൽ ഒരു കുന്നം ചെയ്തിട്ടില്ല. ഞാൻ ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോഴത്തേനും എൻ്റെ തല പതുക്കെ ഇങ്ങനെ ഒരു ഓയിൽ പ്രൊഡക്ഷൻ, അത് മിക്കവാറും എല്ലാവരുടെയും തലയിൽ ഒരു വരുന്നതാണ്. ചിലർ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളവർക്ക് അങ്ങനെ വരാറില്ല എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഇങ്ങനെ ഓയിൽ പ്രൊഡക്ഷൻ തലയിൽ തന്നെ വരും. എനിക്കെങ്ങനെ വരും 2 ദിവസമൊക്കെ ഷാമ്പു. ഇപ്പം ഞാൻ തലയിൽ ഒരു സംഭവം ഒന്നും അപ്ലൈ ചെയ്തില്ല. ഈ 2-3 ദിവസം ഞാൻ നേരെ ചൊവ്വേ എന്താ പറയുന്നത് ഒന്നും അങ്ങനെ ഞാൻ സ്റ്റൈൽ ചെയ്യുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ്, അങ്ങനെ നോർമലായിട്ടിരിക്കുമ്പം എൻ്റെ തല വരുന്ന ഷാമ്പു ചെയ്ത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ. അപ്പം ഇതുപോലുള്ള കാര്യമൊക്കെ അങ്ങ് പോകും. ഇങ്ങനെ ഒരു ഹെയർ പാക്കൊക്കെ ഇട്ട് ആദ്യത്തെ ഒരു കുളിയിൽ അങ്ങ് പോകും. പക്ഷെ ഒരു സെക്കൻഡ് ഡേ തേർഡ് ഡേ ഒക്കെ ആകുമ്പോഴത്തേനും ഇത് വരും. പക്ഷേ വന്നാലും ഇങ്ങനെ ഒരു ഹെയർ പാക്കൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും അതങ്ങ് എന്താ പറയുന്നത് ഇല്ലാതാകും. ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഇതൊക്കെ തന്നെ, ഇങ്ങനെയുള്ള നമ്മുടെ ഹോം റെമഡീസ് ഒക്കെ കൊണ്ട് തന്നെ ഒക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അത് താരനില്ലാതെ ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കത്തില്ല. എപ്പോഴും നമ്മൾ പുറത്തിറങ്ങുന്ന ഇപ്പോഴത്തെ പൊടിയും അതും ഇതുമൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാണും. പക്ഷെ നമുക്കിങ്ങനെ ഒരു തരത്തിൽ നമുക്കിത് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. നമ്മുടെ മുടി കൊഴിച്ചിലേക്കൊന്നും പോകത്തില്ല. കാരണം എപ്പോഴും സ്കാൽപ്പ് ക്ലീൻ ആക്കി വെക്കണം. അപ്പോഴാണ് വേറെ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ബോഡിക്കകത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്കാൽപ്പ് ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ മുടി നല്ലതായിട്ട് വളരും. ബോഡിയിൽ മറ്റേ ബ്ലഡ് കൗണ്ട് അല്ലെങ്കിൽ വൈറ്റമിൻ ഡി, തൈറോയിഡ് അങ്ങനെയുള്ള ഇഷ്യൂസിനൊന്നും കുഴപ്പമില്ലെങ്കിൽ മുടി നല്ലതായിട്ട് വളരും. അല്ലെങ്കിൽ മുടി പൊഴിച്ച് നമ്മൾ എന്ത് പുറത്തിട്ട് കാണിച്ചാലും മുടി പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഇതാണ് ഞാനിതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയാണ് ഇപ്പം എൻ്റെ ഇരിക്കുന്നത്. നമുക്ക് കുളിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് ഞാൻ പണ്ട് ചെയ്തിരിക്കുന്നതാണ്. പണ്ടെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ ആര്യവേപ്പില എനിക്കൊന്നൊരു 10ാം ക്ലാസ് ഒക്കെ ടൈമിൽ, കാരണം എൻ്റെ ചിക്കൻ ബോക്സ് വരെ ആ ആര്യവേപ്പ് നിന്നുള്ളൂ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു ചിക്കൻ ബോക്സ് വന്നു. ആ ചിക്കൻ ബോക്സ് വന്ന് എൻ്റെ ഒരു ആര്യവേപ്പില. അപ്പം ചിക്കൻ ബോക്സ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആര്യവേപ്പില ആയിരിക്കുമല്ലോ. നമ്മുടെ ആ ഒരു ചിക്കൻ ബോക്സ് കഴിഞ്ഞ് ഇത് കരിഞ്ഞു കഴിഞ്ഞുള്ള കുളി എപ്പോഴും എനിക്ക് ആര്യവേപ്പിലയും മഞ്ഞളും കൂടെ, പച്ചമഞ്ഞളും കൂടെ ഒക്കെ കിഴികെട്ടി അങ്ങനെയൊക്കെ ഇട്ട് എന്തോ വെള്ളത്തിലായിരുന്നു എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന കുറേ നാളൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആ എൻ്റെ ചിക്കൻ ബോക്സിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ആ ആര്യവേപ്പില കരിഞ്ഞു പോയി.
കരിഞ്ഞു പോയി, എന്തോ പറ്റി, ഒടിഞ്ഞു വീണ് കരിഞ്ഞു പോയി, എന്തോ പറ്റി. അതെല്ലാവരും അന്ന് എന്താ അങ്ങനെ അതിന് ശേഷം ആ അരിവേപ്പം കരിഞ്ഞു പോയി. അതിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയായിരുന്നു. ചുമ്മാ ഇങ്ങനെ പറയുമായിരുന്നു വീട്ടിൽ. അപ്പം എനിക്കൊരു ഓർമ്മയുണ്ട് അതിൻ്റെ. എൻ്റെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് ആ ചിക്കൻ ബോക്സ് കഴിഞ്ഞ് എത്രയോ ദിവസം എങ്ങാണ്ട് അങ്ങനെ കുളിക്കണമെന്നൊക്കെ ഉണ്ടല്ലോ. എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എനിക്കിതുണ്ട്, ആര്യവേപ്പില ഇങ്ങനെ എന്താ പറയുന്നത്, പച്ചമഞ്ഞളൊക്കെ കൂടെ അച്ഛനും അമ്മയും കൂടെ വലിയൊരു ചെരുവത്തിനകത്ത് അടുപ്പത്തൊക്കെ വെച്ച് തിളപ്പിച്ച് ഇതൊക്കെ ചെയ്യുന്നതും ഒക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പം അതുവരെ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. അപ്പോൾ ആ ടൈമിൽ തേച്ചാണ്. പിന്നെ ഇങ്ങനെ അരിവേപ്പില പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് നീം പൗഡറായിട്ട് വാങ്ങിച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ പോയി തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ ഉപയോഗിക്കാം. ഫേസിൽ ഏറ്റവും പിമ്പിളിന് ഭയങ്കര നല്ലതാണ്. പക്ഷേ സ്കിൻ ഇറിറ്റേഷൻസ്, ഇത് രണ്ടിലും സ്കിൻ ഇറിറ്റേഷൻസ് ഉള്ളവർ, ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നുകാരൊന്നും ഇത് യൂസ് ചെയ്യാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാതെ, ഇത് നേരത്തെ യൂസ് ചെയ്യാത്തവർ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, പാച്ച് ടെസ്റ്റ് ചെയ്യണം. അതായത് നമ്മുടെ കയ്യടി ഇവിടെയോ ഒക്കെ ഒന്ന് തേച്ച് നോക്കണം. അപ്പം നമുക്കറിയാൻ പറ്റും വല്ല ചൊറിയുന്നോ പിടിക്കുന്നോ ഒന്നും ഉണ്ടെങ്കിൽ. അങ്ങനെ എങ്കിൽ ഇതങ്ങ് ഉപേക്ഷിക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാത്രമേ നിങ്ങളുടെ മുഖത്തിൻ്റെ ഇലയിലൊക്കെ ചെയ്യാവുള്ളൂ. അങ്ങനെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാവുള്ളൂ. കാരണം ഓരോരുത്തരുടെ ബോഡിയും ഈ പറഞ്ഞ പോലെ ഡിഫറെൻ്റ് അല്ലേ. അപ്പം എന്താണ് അവരവരുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ പിടിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇപ്പോൾ 10 മിനിറ്റായി. ഇനി നമുക്ക് നേരെ ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് വരാം. എണ്ണയൊക്കെ തേച്ചിട്ട് നമുക്ക് ഹെയർ പാക്കും ഫേസ് പാക്കൊക്കെ ഇടാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ആര്യവേപ്പില ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അവരവരുടെ മുടിയുടെ അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ആര്യവേപ്പില അധികം ഒത്തിരി ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഭയങ്കര വീര്യമുള്ള ഒരു സംഗതിയാണ് ഈ ആര്യവേപ്പിലയും കരിഞ്ചീരവും ഒക്കെ. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഇച്ചിരാണേലും നമ്മുടെ നല്ലപോലെ പ്രയോജനം ചെയ്യും. പിന്നെ ഇത് തിളച്ചിത് ആറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഈ ആര്യവേപ്പിലയുടെ ഇല അരയ്ക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തൈരും ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. തിളപ്പിച്ച വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് എന്താ പറയുന്നത്, പച്ചയ്ക്ക് ഡയറക്റ്റ് ആര്യവേപ്പില അരച്ച് മുഖത്തും തലയിലും ഒക്കെ പുരട്ടുന്നവർ കുറച്ചൊന്ന് എന്താ പറയുന്നത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം സ്കിൻ ഇറിറ്റേഷൻസ് എന്തെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും സ്കിന്ന് പുകയുവോ അങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ബോയിൽ ചെയ്തും ഒക്കെ ചെയ്യണമെന്ന് പറയുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തൈര് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് അരച്ചിട്ട് അതിൻ്റെ വെള്ളം മാറ്റി വെച്ചു. ആ അരിപ്പിക്കാത്തുള്ള സംഭവമില്ലേ, അത് ഞാൻ മുഖത്ത് തേക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ തലയിൽ ഇങ്ങനെ പറ്റി പിടിക്കത്തുമില്ല. നമുക്ക് മുഖത്ത് തേക്കാനുള്ള ഒരു ഫേസ് പാക്കുമായി ഈ വെള്ളം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കഴുകി കളയാൻ പറ്റും. മറ്റേതങ്ങ് മുഖത്തും തേക്കാം. അപ്പോൾ ഞാൻ തലയിലൊക്കെ എണ്ണ തേച്ചിട്ടുണ്ട്. ഇനി ഞാൻ മയക്കൂരി വെക്കുകയാണ്. എന്നിട്ട് എന്താ പറയുന്നത്, ആദ്യം ഫേസ് പാക്ക് ഇട്ടിട്ട് നമുക്ക് അത് പുരട്ടാം. നന്നായിട്ടങ്ങ് പുരട്ടി കൊടുക്കാം. എന്നിട്ട് കുളിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ എന്താ പറയുന്നത്, ഇതിപ്പോൾ കുറച്ച് നാളോട് കൂടി ഉപയോഗിക്കുന്നത് കൊണ്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി. എനിക്കിതുവരെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ പോയി എന്താ പറയുന്നത്, മുഖത്തൊക്കെ തേച്ച് തലയിലൊക്കെ തേക്കട്ടെ. ഞാൻ മയക്കൂരി വെക്കാം. മയക്കം കൊണ്ട് പോയി കഴിഞ്ഞാൽ മയക്ക് കേടായിപ്പോവും, വെള്ളമൊക്കെ വീണ്. അതുകൊണ്ട് അപ്പം നമുക്ക് ഇതെല്ലാം തേച്ചാലോ. ഇനിയും പ്രത്യേകിച്ചൊന്നുമില്ല. മുഖത്ത് ഞാൻ ആദ്യം തേച്ചു. മുഖത്ത് മുടി കെട്ടി വെച്ചിട്ട് വേണം തേക്കാൻ. ഞാനത് ചെയ്തില്ല. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പല കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോകും. അപ്പം മുഖത്ത് തേക്കുമ്പോഴത്തേനും മുടിയെല്ലാം കെട്ടി വെച്ചിട്ട് വേണം തേക്കാനായിട്ട്. പിന്നെ തലയിൽ എന്താ പറയുന്നത്, എണ്ണ ഞാൻ നല്ലപോലെ തേച്ചിട്ടുണ്ട്. അപ്പം മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് വേണം മുഖത്ത് തേക്കാൻ. മുഖത്ത് മാത്രമല്ല, ഞാനിപ്പോൾ മുമ്പേ ചെയ്ത പോലെ കഴുത്തയിലും കൂടെ ഇടണം. എന്നാലേ അത് ഫുൾ ഒരു ഇതാകത്തുള്ളൂ. ഫേസ് പാക്ക് എപ്പോഴും ഫേസിൽ മാത്രം പോരാ, കഴുത്തിൻ്റെ ഭാഗത്തും കൂടി ഇടണം.
അപ്പം അതിങ്ങ് ഇട്ടാൽ മതി. ഇത് ഇട്ടിട്ട് ഒരു 10 മിനിറ്റിന് ശേഷം അങ്ങ് കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. ഒത്തിരി നേരം വെച്ച് അതിങ്ങനെ കട്ടിയാക്കി ഡ്രൈ ആക്കി ഇങ്ങനെ വലിയിപ്പിച്ചൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കിനും കഴുകിക്കളയണം. ഇനി തലയെ പുരട്ടുമ്പം തലയോട്ടിയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കാരണം ഇത് കൂടുതലും മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ താരന്, തല ചൊറിച്ചിൽ, ഈ പേനുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ ഭയങ്കര നല്ലൊരു കാര്യമാണ്. അപ്പം തല ചൊറിച്ചിലും തലയിലുള്ള എന്താ പറയുന്ന സ്കാൽപ്പ് ഉള്ള ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ പോകാൻ ഭയങ്കര നല്ലതാണ്. അപ്പം തലയോട്ടിയിൽ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തലമുടിയിലും തേച്ചോ, പക്ഷെ കൂടുതലും തലയോട്ടിയെ തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചാൽ മാത്രമേ ഇത് എന്താ പറയുന്നത് നമുക്ക് നമ്മുടെ പ്രയോജനം താരനും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ അങ്ങ് കുളിക്കാൻ പോവാം. ഹായ്, അപ്പം ഞാൻ കുളിച്ചൊക്കെ കഴിഞ്ഞ് കുറേ നേരമായി, മുടിയൊക്കെ കുറച്ചൊന്ന് ഉണങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിനും ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ഒക്കെ കാണിക്കണമെന്ന്. അപ്പോൾ എൻ്റെ തലയിൽ കുറച്ച് ഇതില്ലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു എന്ന്. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ സ്കാൽപ്പൊക്കെ നല്ല ക്ലീൻ ആകാൻ പറ്റിയ ഒരു എന്താ പറയുന്നത് ഒരു ഹെയർ പാക്കാണ്. പിന്നെ മുഖക്കുരുള്ളവർക്കും ഒക്കെ നല്ല ഒരു ഫേസ് പാക്കും കൂടാണ് ഈ നമ്മുടെ ആര്യവേപ്പിലയും തൈരും കൂടെ. അപ്പം ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യവേപ്പില തന്നെ അങ്ങനെ ഫ്രഷായിട്ട് എടുത്ത് അരച്ചങ്ങ് തേക്കില്ല, ഭയങ്കര വീര്യമുള്ള സംഗതിയാണ്. അപ്പം അതൊരു കുറച്ച് ബോയിൽ ചെയ്ത് അതിനെ കുറച്ചൊന്ന് ബോയിൽ ചെയ്തിട്ട് തേക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിൻ്റെ ആ ഒരു ആര്യവേപ്പിലയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു, ആര്യവേപ്പിലയും കരിഞ്ജീരകത്തിനൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് സംഭവം. ഒരു ഇച്ചിരി മതി നമ്മുടെ തലയ്ക്കും മുഖത്തിനും ഒക്കെ. അപ്പം തൈരപ്പം കൂടുതൽ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുക. അത് ആര്യവേപ്പില കുറേ എടുത്ത് അരച്ച് അങ്ങനെയൊന്നും മുഖത്തൊന്നും ഇടല്, ചിലപ്പോൾ പുകയൊക്കെ ചെയ്യും. പിന്നെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നും സെൻസിറ്റീവ് സ്കാൽപ്പും ഉള്ളവർ ഇതുപയോഗിക്കുന്നത് എനിക്കറിയത്തില്ല. അവർക്ക് ചിലപ്പോൾ സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാകാൻ ചാൻസ് കാണുമായിരിക്കും, ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, മിക്കവാറും പേർക്കും കുഴപ്പമൊന്നും കാണത്തില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു മിതമായ രീതിയിൽ ഇത് ബോയിൽ ചെയ്യാതെയും ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് ഒരു റിസ്ക് എടുക്കാനുള്ള പേടിക്കാണ്. ഞാൻ ഈ ആര്യവേപ്പില ഇങ്ങനെ ബോയിൽ ചെയ്ത് ഞാൻ എന്താ പറയുന്നത്, പണ്ട് ഞാൻ തേച്ചിട്ടുള്ളതും അങ്ങനെയാണ്. ബോയിൽ ചെയ്ത് അതൊന്ന് ബോയിൽ ചെയ്യുമ്പോഴത്തേനും അതൊന്ന് സോഫ്റ്റ് ആകും. അതിൻ്റെ ആ ഒരു വീര്യം കുറച്ച് കുറയുമെന്നാണ് പറയുന്നത്. എന്നിട്ട് അത് അരച്ച് മുഖത്തും തലയിലൊക്കെ പെട്ടിട്ട്, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് ഹെയർ കെയറിന് പറ്റിയ ഒരു കാര്യം, എനിക്കൊന്ന് സ്കിന്നിലും വേണമെങ്കിൽ ആ ഒരു സ്പ്രേ, എൻ്റെ സ്പ്രേ ബോട്ടിൽ ഇവിടുന്ന് താമസം മാറിയപ്പോഴത്തേനും ഞാൻ കാണുന്നില്ല. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇതിൻ്റെ സ്പ്രേ ബോട്ടിലൊന്നും കാണുന്നില്ല. അപ്പം എനിക്ക് ഇതിങ്ങനെ സ്പ്രേ ബോട്ടിൽ ഈ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട്, എനിക്ക് ബാക്കിയുള്ള ആര്യവേപ്പില എനിക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ആ വെള്ളം മുടിയിൽ ചെയ്താൽ മതി. ഹെയർ വാഷിന് മുമ്പായിട്ട് നല്ലപോലെ മുടിയിൽ തേക്കുക, മുഖത്ത് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതാകുമ്പോൾ അത്രയും കുഴപ്പമില്ല. ബോയിൽ ചെയ്ത വെള്ളമില്ലേ, ആര്യവേപ്പില ബോയിൽ ചെയ്ത വെള്ളം. അപ്പോൾ ഇതാണ് ഇത്തവണത്തെ ഒരു ഫേസ് പാക്കും ഹെയർ പാക്കും ഒക്കെ. അപ്പം ഈ നീം പൗഡർ കിട്ടും. നീം പൗഡർ കിട്ടുവാണെങ്കിൽ അത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നീം പൗഡർ യൂസ് ചെയ്യുന്നതിൻ്റെ. പക്ഷേ അത് ഡയറക്റ്റ് ശകലം എടുക്കുക, എന്നിട്ട് തൈരും കൂടെ ചേർത്ത് തലയിലും തേക്കാം മുഖത്തും തേക്കാമെന്ന് തോന്നുന്നു. അത് ഞാൻ മുഖത്ത് തേച്ചിട്ടില്ല. നീം പൗഡർ ഞാൻ ഇലയായിട്ടാണ് തേച്ചിരിക്കുന്നത്. അപ്പം നീം പൗഡർ കിട്ടുവാണെങ്കിൽ അതും ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക, പിടിക്കുകയോ ഇല്ലയോ എന്ന് ആദ്യം ഒരു പാച്ച് ടെസ്റ്റൊക്കെ നടത്തി നോക്കുക. എന്നിട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. എപ്പോഴും എല്ലാവരും സ്ത്രീയും പുരുഷനും രണ്ടുപേരും, സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഒരു സെൽഫ് കെയർ നടത്തുന്നത് നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വൃത്തിയാക്കുന്നത്. അതെന്തോ പണ്ട് മുതലേ ഞായറാഴ്ച ദിവസമൊക്കെ പഠിക്കുമ്പോഴേ ഞായറാഴ്ച ദിവസം എന്ന് പറയുന്ന ഒരു കൂലി ദിവസമായിരിക്കും എണ്ണയൊക്കെ തേച്ച്. എൻ്റെ വീട്ടിലൊക്കെ അമ്മയൊക്കെ അങ്ങനെയാണ് ശീലിപ്പിച്ചിരിക്കുന്നത്. തലയിലും മേത്തുമൊക്കെ എണ്ണയൊക്കെ തേച്ച്
എല്ലാം ഒന്ന് വൃത്തിയാകുന്ന, മീൻസ് അത്രയും ദിവസം ബാക്കി ദിവസങ്ങളിലൊക്കെ സ്കൂളിലൊക്കെ പോയി അലമ്പായിട്ടായിരിക്കുമല്ലോ എന്താ പറയുന്നത്, നമ്മളിങ്ങനെ പൊടിയൊക്കെ അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും എണ്ണയൊക്കെ ഞായറാഴ്ച ദിവസം അങ്ങനെ ആയിരുന്നു, എണ്ണയും ഒക്കെ തേപ്പിച്ച് തലയിലൊക്കെ തേപ്പിച്ച് തലമുടിയെല്ലാം വൃത്തിയാക്കി എല്ലാം ശരിയാക്കി ഒക്കെ അപ്പം ആ ഒരു രീതി ഞാനിപ്പം എനിക്കിപ്പം ഏറ്റവും എനിക്ക് സമയം ഞാൻ അങ്ങനെയല്ല, ഞാൻ ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ ഞാൻ എടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ആ ഒരു ഇൻ്റർവെല്ലിൽ വെച്ച്. പിന്നെ ചൊവ്വയും വെള്ളിയും ദിവസങ്ങൾ എന്നെയൊക്കെ പഠിപ്പിച്ച് വിട്ടിരിക്കുന്ന ചൊവ്വയും വെള്ളിയും ദിവസം എന്തായാലും കുളിക്കണമെന്നാണ്, എന്തായാലും കുളിക്കണം. അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. പക്ഷേ അതുകൊണ്ട് ഞാൻ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് മിക്കവാറും ഇപ്പം കുളിക്കുന്നത്. ശനി ഞങ്ങൾ മിക്കവാറും പുറത്ത് പോകുന്നതുകൊണ്ട് സമയം കിട്ടാറില്ല. അപ്പം ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലാണ് ഞാനിപ്പം കുളിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. മീൻസ് തല കഴുകാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഫേസ് പാക്ക്. അതിൽ വെള്ളിയാഴ്ച ആയിരിക്കും മിക്കവാറും. ചൊവ്വാഴ്ച ഞാൻ പെട്ടെന്ന് എണ്ണ തേച്ച് ഷാമ്പു ചെയ്ത് ഇങ്ങനെ ഇറങ്ങത്തേ ഉള്ളൂ. വെള്ളിയാഴ്ച ആയിരിക്കും കുറച്ചുകൂടെ വിശദമായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞു പോയി, നമ്മുടെ ഈ നീം സംഭവമില്ലേ, നമ്മുടെ ഈ ആര്യവേപ്പില പേനുള്ളവർക്ക് നല്ലതാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പേനൊക്കെ തലയിലുള്ളവർക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ പേനൊക്കെ ഈ ആര്യവേപ്പിലേക്ക് അല്ലെങ്കിലും നമുക്ക് ആര്യവേപ്പില തിളപ്പിക്കുന്ന വെള്ളത്തിൻ്റെ ആ ഒരു മണം അടിച്ചാൽ തന്നെ വായിക്കകത്ത് കയ്പ്പ് വരും. അങ്ങനെയാണ് എനിക്കിന്നത് നല്ലപോലെ ഫീൽ ചെയ്തു. ആ ഒരു അടുത്തുകൂടെ പോയാൽ നമ്മൾ വായിക്കാത്ത ആ ടേസ്റ്റ് നമ്മൾ വായിക്കാത്ത വെക്കണമെന്നില്ല, ആ ഒരു മണം അടിച്ചാൽ തന്നെ ഒരു കയ്പ്പ് വരും. ഭയങ്കര ആൻറ്റി ബാക്ടീരിയൽ സംഭവമാണ് ഈ എന്താ പറയുന്നത്, ആൻറ്റി ബാക്ടീരിയൽ ആണെന്ന്, ആൻറ്റി ഫംഗലാണോ ആൻറ്റി ബാക്ടീരിയലാണ്. അപ്പം ആ ഒരു സംഭവമാണ്. അതായത് ഇങ്ങനെയുള്ള സ്കിൻ ഇറിറ്റേഷൻസ്, സ്കാൽപ്പ് ഇറിറ്റേഷൻസ് ഒക്കെ മാറും, പേനിനൊക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതിന് താങ്ക് യു സോ മച്ച്.